എല്ലാവരും പാർട്ടിയുടെ ഉന്നത സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യരാണ്. പക്ഷെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന അതല്ല. ശശി തരൂരിന് പാർട്ടിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിനെ ഒപ്പം നിർത്തണം. ആരും പാർട്ടിക്ക് പുറത്തു പോകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ആദ്യത്തെ ലേഖനം അതില് പാർട്ടിക്ക് അതീതമായിട്ടുള്ള വോട്ട് കിട്ടുന്നവർ തന്നെയാണ് ജയിക്കുന്നത്. പക്ഷെ പാർട്ടിയാണ് നമുക്ക് സീറ്റ് തരുന്നത്, പ്രവർത്തകരാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. 84-ലും 89-ലും 91-ലും തുടർച്ചയായിട്ട് A. ചാൾസോട് ജയിച്ചിട്ടുണ്ട് കോൺഗ്രസ് ടിക്കറ്റ്. ഹാട്രിക് വിജയം ഇവിടുന്ന് തിരുവനന്തപുരത്ത് നേടിയ ആദ്യത്തെ ആൾ A. ചാൾസാണ്. അപ്പോ കോൺഗ്രസ് പാർട്ടിയുടെ കഴിവുകൊണ്ട് തന്നെയാണ് ജയിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിലേ ജയിക്കാൻ പറ്റും. അപ്പൊ ചാൾസ് ഇവിടുന്ന് 3 തവണ തുടർച്ചയായി ജയിച്ചിട്ടുണ്ട് ലോക്സഭയിലേക്ക്. ഇതിനു മുമ്പ് ആരും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല, എല്ലാവരും പാർട്ടിക്കകത്ത് തന്നെ നിർത്തണം. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസം പാർട്ടിക്കകത്തുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. കേരളത്തിൽ ഒരു കാലത്തും പാർട്ടിക്ക് നേതൃക്ഷാമം ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരും പാർട്ടിയുടെ ഉന്നത സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യരാണ്. പക്ഷെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന അതല്ല. ശശി തരൂരിന് പാർട്ടിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിനെ ഒപ്പം നിർത്തണം. ആരും പാർട്ടിക്ക് പുറത്തു പോകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ആദ്യത്തെ ലേഖനത്തിൽ തന്നെ അദ്ദേഹം ഒരു സൂചന നൽകിയിരുന്നു. അതിനിടയിൽ നേതൃത്വത്തിന് ഇത് പരിഹരിക്കാനും ചർച്ച ചെയ്യാനും അദ്ദേഹത്തെ കൂടെ നിർത്താനും കഴിഞ്ഞില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അത് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ അദ്ദേഹത്തിനെ നേരിട്ട് വിളിപ്പിച്ചു, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പൊ അത് തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകും. അതല്ലാതെ രാഹുൽ ഗാന്ധി ഒരിക്കലും അദ്ദേഹത്തിനെ തള്ളി പറയുകയോ അദ്ദേഹത്തിനെ മോശക്കാരനായി ചിത്രീകരിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ അങ്ങനെ ചില വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ ഊഹാപോഹങ്ങളാണ്. ശ്രീ ശശി തരൂർ തന്നെ പറഞ്ഞു, ഞാനും ശ്രീ രാഹുൽ ഗാന്ധിയെ വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ ഊഹാപോഹങ്ങളാണ്. ശ്രീ ശശി തരൂർ തന്നെ പറഞ്ഞു, ഞാനും ശ്രീ രാഹുൽ ഗാന്ധിയായിട്ട് സംസാരിച്ചത് ഞങ്ങൾ തമ്മിൽ മാത്രമേ അറിയുള്ളൂ, മൂന്നാമതൊരാൾ അറിയില്ല. പിന്നെ എങ്ങനെ ഈ ഊഹാപോഹങ്ങൾ പുറത്തു പോകുന്നത് എനിക്കറിഞ്ഞു. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ നിരന്തരം ഈ പാർട്ടി കേരളത്തിൽ പ്രതിരോധമില്ലാത്ത തരത്തിലുള്ള ലേഖനങ്ങൾ എഴുതുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന് ഞാൻ പറയാനുള്ള കാരണം അതാ. ഞാൻ ആരെയും ഒറ്റയടിക്ക് ഒരിക്കലും നമ്മളെ തള്ളി പറയുന്നത് ശരിയല്ല. ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ അദ്ദേഹത്തിന്റെ സേവനവും പാർട്ടിക്ക് ആവശ്യമാണ്. അപ്പോ എല്ലാ വിഭാഗങ്ങളും കൂടുമ്പോഴാണ് പാർട്ടിക്ക് ഒരു വിജയം ഉണ്ടാവുക. അങ്ങ് ഇടക്കാലത്ത് അദ്ദേഹത്തിനെ പൂർണ്ണമായും പിന്തുണച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇപ്പോ അതിനുശേഷമാണല്ലോ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിൽ വന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, അദ്ദേഹത്തിനെ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളത്.